നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. ഞങ്ങൾക്ക് പരിശോധിക്കണം, അത് ഒറിജിനൽ ആണോ എന്ന് ഉറപ്പുവരുത്തണം. വിനയം പറഞ്ഞത് കറക്റ്റ് ആണെങ്കിൽ എന്റെ കയ്യിലുള്ളത് ഒറിജിനൽ ഫോൺ തന്നെയാ. ഞാനിത് ആർക്കും മനസ്സിലാകാത്ത വിധം നന്നായി പാക്ക് ചെയ്ത് കൊണ്ടുവന്നേ ഉള്ളൂ. ശരി, ചുവപ്പ് ഡ്രസ് ഇട്ട ഒരു പെൺകുട്ടി വന്ന് നിങ്ങളുടെ പേര് ചോദിക്കും. അപ്പം നിങ്ങൾ പേര് പറയണം. എന്റെ പേരറിയാത്തവര് എന്നെ എങ്ങനെ കണ്ടുപിടിക്കും? അതൊക്കെ കണ്ടുപിടിച്ചോളും. കൂടുതൽ ജോക്കൊന്നും വേണ്ട, അവൾ ഉടനെ വരും. നിങ്ങൾ പറയുന്ന പേര് ഒറിജിനൽ ആണോ എന്ന് അവൾക്ക് മനസ്സിലായാൽ അവൾ ഫോൺ വാങ്ങിച്ചു പോകും. ശരി, എങ്കിൽ അവളോട് വേഗം വരാൻ പറ. ആൻ, ഹായ് അങ്കിൾ. ഹായ്. കറക്റ്റ്, ചുവന്ന ഡ്രസ്. ഇനി എന്റെ പേര് ചോദിച്ചോളൂ. എന്താ അങ്കിളിന്റെ പേര്? ആ, ലംബോദരൻ. ലംബോദര കുറുപ്പ്. അത്ര ബന്ധമില്ലാത്തവരെന്നെ സിംഗപ്പൂർ അങ്കിൾ എന്നും വിളിക്കും. ഇതിൽ കൂടുതൽ എന്തെങ്കിലും അറിയണോ? അങ്കിൾ കൂടുതൽ സംസാരിക്കാതെ അതിങ്ങതാ. ഇത് ഒറിജിനൽ തന്നെ ആണല്ലോ അല്ലേ? സത്യമായും ഇത് ഒറിജിനലാ. തുറന്നു നോക്കിയാൽ മനസ്സിലാവും. എന്നെ വിളിച്ച ആളോട് എല്ലാം ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ശരി, തിരിഞ്ഞു നോക്കാതെ പോയിക്കോളൂ. വിനയൻ? അയാള് വീട്ടിലെത്തിക്കോളൂ. ശരി. അതിൽ എന്നെ ബാധിക്കുന്ന എന്തോ രഹസ്യമുണ്ട്. മിക്കവാറും ആ ഫോൺ ആവാനാ സാധ്യത. അത് അവന്മാരുടെ കയ്യിലെത്തുന്ന അപകടം അതെങ്ങനെയെങ്കിലും കൈക്കലാക്കണം. അവരോടൊപ്പം ചേർന്നാൽ മാത്രമേ അതെന്താന്ന് മനസ്സിലാക്കാൻ പറ്റൂ. എന്നെ കൂടി കളി ചേർക്കോ? ഇതങ്ങനെ എല്ലാവർക്കും കളിക്കാൻ പറ്റുന്ന കളിയല്ല. നീ കമ്പനിയിൽ നിന്ന് സ്കൂട്ടായി പോയതല്ലേ? അയ്യോ, ആര് പറഞ്ഞു? ജീവൻ ഇങ്ങോട്ട് കണ്ടിട്ട് പോലും ഇല്ലല്ലോ. എന്തോ വലിയ ഓട്ടമായിരുന്നില്ലേ? അത് ഓട്ടമല്ല, ജീവൻ മരണ പോരാട്ടമായിരുന്നു. അവസാനം അതിലിവൻ ജയിച്ചു. അതിന് കിട്ടിയ സമ്മാനം ഇത്. നോക്കട്ടെ, എന്ത് സമ്മാനം ഞാൻ കൂടെ നോക്കട്ടെ. ഞാനറിയാത്ത എന്ത് ജീവൻ മരണ പോരാട്ട ജീവൻ നടത്തിയെന്ന് എനിക്കറിയണം. വേണ്ട വേണ്ട, ഇനി നിനക്കിത് തൊടാൻ അവകാശമില്ല. അങ്ങനെ പറയല്ലേ ജീവൻ. എന്റെ അച്ഛനോട് എന്നെ കല്യാണം കഴിക്കാൻ വരെ തയ്യാറാണെന്ന് പറഞ്ഞ ആളല്ലേ. അപ്പൊ പിന്നെ ജീവന് കിട്ടിയ സമ്മാനം എനിക്കല്ലേ ഏറ്റവും കൂടുതൽ അവകാശപ്പെട്ടത്? അതിന് നീ എന്നെ കല്യാണം കഴിക്കാതെ എന്നിട്ട് അവകാശം പറ. മര്യാദയ്ക്ക് അങ്ങ് നന്ദി. സത്യം പറ ജീവൻ, ഇതെന്താ? നിങ്ങൾ സംസാരിക്കുന്ന പലതും ഞാൻ കേട്ടു. അതിന്ന് എനിക്ക് മനസ്സിലായത് എന്നെ ജീവിതകാലം മുഴുവൻ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബോംബ് ഇതിലുണ്ടെന്ന. ഞാൻ കാണിച്ച സ്നേഹവും
എന്നോടുള്ള സ്വാതന്ത്ര്യം മുതലെടുത്ത് ഞാൻ പോലും അറിയാതെ എന്റെ വേണ്ടാത്ത ദൃശ്യങ്ങൾ പകർത്തിയ ഒരു ഫോണാണ് ഇതിനകത്തുള്ളത്. എന്നോടിത് വേണ്ടായിരുന്നു ജീവൻ. എനിക്ക് പ്രിയപ്പെട്ടവരെല്ലാം എന്നോട് ഈ കൂട്ട് വേണ്ടാന്ന് പറഞ്ഞപ്പോഴും എന്റെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നവളാ ഞാൻ. എന്നെയാ നീ ചതിച്ചത്. ഇല്ലടാ, ഇനി നിന്നെ ഞാൻ വിടില്ല. നീ എന്നെ ചതിച്ചതിനുള്ള തെളിവാണിതെങ്കിൽ ഇത് ഞാൻ എത്തിക്കേണ്ടടുത്ത് എത്തിക്കും. നിനക്കുള്ള ശിക്ഷ ഞാൻ വാങ്ങിത്തരും. എടി മഞ്ചാടി, നിൽക്കില്ലേ? മഞ്ചാടി, മഞ്ചാടി നിൽക്കാൻ. അതൊക്കെ തരാനാ പറഞ്ഞെ. അതൊക്കെ താടി. വിടാനാ പറഞ്ഞത്. എടി തരാൻ. എന്നെ വിട്. എടി മര്യാദയ്ക്ക് തരാനാ പറഞ്ഞെ. മഞ്ചാടി. വിട്ടേക്കടാ, ഇനി അവള് പോയിക്കോട്ടെ. എടാ, നീ ആ ജീവൻ ഈ നിലയിലാക്കിയെന്ന് എനിക്കറിയാം. പക്ഷെ നിന്റെ ഒന്നും ചതിയിൽ വീഴേണ്ട കാര്യം എനിക്കില്ല. ഇങ്ങ് താടാ. മഞ്ചാടി, തരാനാ പറഞ്ഞത്. മഞ്ചാടി വിട്. ഓടി. മഞ്ചാടി, മഞ്ചാടി, നീ കരുതും പോലെ അതിലൊന്നുമില്ല. നീ ആവശ്യമില്ലാതെ വഴക്കിടുക. അല്ല, കഴിഞ്ഞ കാര്യങ്ങളൊക്കെ കൂട്ടി വായിക്കുമ്പോ ഇവൻ എന്നെ ചതിക്കായിരുന്നെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സ്റ്റഡി ടൂറിന് പോയ ടീമിന്റെ ഒപ്പം എന്നെ എത്തിക്കാന്ന് പറഞ്ഞ് നീ എന്നെ മലപ്പുറം കോവളത്തെ ഹോട്ടലിൽ കൊണ്ടുപോയല്ലേടാ. അവിടെ എന്നെ രക്ഷിക്കാൻ ശ്രമിച്ച ഗോകുലിനെ നീ പ്രതിയാക്കി. അതല്ലേ സത്യം? അതേടി, അത് തന്നെയാ സത്യം. നീ എന്താ വിചാരിച്ചേ? ഞാൻ നിന്നെ പ്രേമിച്ച് കെട്ടാൻ വേണ്ടി നടക്കുവാണെന്നോ? ക്യാമ്പസ് കാലം കഴിയുന്നവരെ അടിച്ചു പൊളിച്ച് ജീവിക്കണം. നിന്നെ ശരിക്കും അതിലൊന്ന് പെടുത്താൻ വേണ്ടി നടത്തിയ ഡ്രാമയായിരുന്നു കോവളം ട്രിപ്പ്. പക്ഷേ ആ തെണ്ടി ഗോകുല് കയറി വന്ന് അത് മുടക്കി. സാരമില്ല, അവനുള്ളത് കിട്ടിയല്ലോ. നിന്റെ കണക്കുകൂട്ടലും തെറ്റിയില്ല. ഇത് നിനക്കുള്ള പാക്കറ്റാ. നീ അധികം കൊടുക്കാൻ വന്നാ നാളെ വൈറലാവും. അത് വേണ്ടെങ്കിൽ മര്യാദയ്ക്ക് ഞാൻ പറയുന്ന അനുസരിച്ച് നടന്നോളണം. വാടാ. മഞ്ചാടി, നീ എന്തേ കാണിക്കുന്നേ? വാ, നീ അബദ്ധം കാണിക്കുന്ന. നിങ്ങൾ വാ, വാ മഞ്ചാടി, നീ വാ. മഞ്ചാടി, ഞാൻ പറയുന്നത് കേൾക്ക്. വണ്ടി കയറിയിട്ടാവണ്ടെങ്കിൽ വിളിച്ചോണ്ട് പോടാ അവളെ. വാ, എന്ത് വരണ പറഞ്ഞു. വാ മഞ്ചാടി. മഞ്ചാടി, ഞങ്ങൾ പറയുന്നത് കേക്ക്. മഞ്ചാടി, അതൊന്ന് കേക്ക്. മഞ്ചാടി. ആഹാ, ആരാ ഇതൊക്കെ? നിങ്ങൾക്ക് ഈ വഴിയൊക്കെ അറിയോ? വഴി ഓർക്കാത്തത് ഞങ്ങളാണ് ചേച്ചി. നിങ്ങൾ ആരൊക്കെ അവിടെ വരുന്നുണ്ടെന്നും പോകുന്നുണ്ടെന്നും ഒക്കെ ഞങ്ങൾ അറിയുന്നുണ്ട്. അതൊക്കെ വിടന്റെ ദയമോളെ. അവര് ഓരോ പ്രശ്നങ്ങളായിട്ട് ഓടുന്നതിന്റെ ഇടയിലേ നമ്മുടെ വീട്ടിലേക്ക് വരാൻ ചിലപ്പോ സമയം കിട്ടിയത് വരില്ല. ഇവിടെ വന്നിതൊന്നും പറയരുതെന്ന് ദയോട് ഞാൻ പ്രത്യേകം പറഞ്ഞതാ. ദയമോൾ അവളുടെ വിഷമം കൊണ്ട് പറഞ്ഞല്ലേ ശബരി. അത് സാരമില്ല, നിങ്ങൾ അകത്തേക്ക് കയറി വാ. ഭാഷാകത്തുണ്ടല്ലോ അല്ലേ? ഉണ്ടെങ്കിലേ. അച്ഛനിന്ന് എങ്ങോട്ടും പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട്. അച്ഛനെങ്ങനെ പുറത്തിറങ്ങും? അനന്തമാഷിനെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയല്ലേ? ദയേ, പറയണ്ടെന്ന് വിചാരിച്ചതാ. നമ്മള് പക്ഷെ ഓരോന്ന് അറിഞ്ഞു കാണില്ലെന്ന്
ഇവിടെയുള്ളവർക്ക് അങ്ങനെ വിചാരം പാടില്ലല്ലോ. എന്റെ ദയമോളെ, അവരെന്താ വേണ്ടത്? നമ്മൾ വന്നു കയറി ഉടനെ ഇവിടെ ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ നമ്മളോട് വിശദീകരിക്കണോ? അതെ, നമ്മൾ ഇവിടെ വന്നത് അത്തരം കാര്യങ്ങൾ പറയാനല്ലല്ലോ. എന്ത് കരുത്. ഞാനിനി ഒന്നും പറയുന്നില്ല അച്ഛാ. ശരി, വാ, അബുകൊക്കെ തുടങ്ങി. വാ വാ. എന്താ ഇത്? ഞാൻ നിന്നോട് പറഞ്ഞല്ലേ ഇവിടെ ഒന്നൊരു പ്രശ്നം ഉണ്ടാക്കരുതെന്ന്. ഒന്നിങ്ങോട്ട് വാ. അങ്കിളിരിക്കെ, ഞാൻ അച്ഛനെ വിളിക്കാം. ഇരിക്കങ്ങളെ. അച്ഛാ, ദേ അങ്കിളൊക്കെ വന്നിട്ടുണ്ട്. ആഹാ, രാമനാഥൻ അതെ, തീരെ പ്രതീക്ഷിച്ചില്ല. ഇരിക്കിരിക്കും.